ഹലോ, നമസ്കാരം. എൻ്റെ പേര് സാം ജോൺ. ഇങ്ങനെ ഒരവസരം നൽകിയ ഹ്യൂസൺ വോയിസിനോടും മിസ്റ്റർ സെനിയോടും ഫാമിലിയോടും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അഗെയിൻ മൈ നെയിം ഈസ് സാം ജോൺ. എൻ്റെ വീട് പത്തനംതിട്ടയിൽ നിന്നും ഏതാണ്ടൊരു 2-2.5 കിലോമീറ്റർ വെളിയിലോട്ട് മാറിയുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഇവിടെ ഒക്ലഹോമ സിറ്റിയിൽ താമസിക്കുന്നു. പിന്നെ ഇവിടെ ഹ്യൂസ്റ്റണിലെ ഫോമയുടെ ഒരു കൺവെൻഷൻ സംബന്ധിച്ച് കടന്നു വന്നതാണ്. ഫോമ എന്ന് പറയുന്നത് അതായത് ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് നോർത്ത് അമേരിക്കാസ്, അതായത് അമേരിക്കയും കാനഡയും ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ മലയാളി അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ കടന്നു വരുന്നത് വളരെ സന്തോഷമായിട്ട് നമ്മുടെ പഴയ കൂട്ടുകാരെയും ഒക്കെ കാണാനും അതിൽ സ്നേഹം പങ്കിടുവാനും ഉള്ള ഒരു അവസരമാണ്. അത് വളരെ സന്തോഷകരമായിട്ട് കടന്നു പോകുന്നു. അപ്പോഴാണ് മിസ്റ്റർ സെനി ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10-70 വർഷത്തിന് മുമ്പ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ നടുവത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നടുവത്തുകാവ് അന്ന് സമയത്ത് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു നടുവത്തുകാവ് തന്നെയായിരുന്നു. അതായത് റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അതുപോലെ തന്നെ ഉള്ള മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. അങ്ങനെ വളരെ ഗ്രാമീണമായിട്ട് കൃഷി മാത്രമായിരുന്നു ആ സമയത്ത് അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ജനിച്ച് വളർന്നു വന്നു. എലമെൻ്ററി സ്കൂള്, അതായത് 1 മുതൽ 4ാം ക്ലാസ് വരെ അവിടെ അടുത്തുള്ള ഒരു എലമെൻ്ററി സ്കൂളായിരുന്നു ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂൾ. ആ സ്കൂളിൽ പിന്നെ നടന്നു പോകുമായിരുന്നു. ഏതാണ്ടൊരു 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അന്ന് അവിടെ അത്രയും ദൂരം നടന്നു പോകുന്നത് എല്ലാവർക്കും സർവ്വസാധാരണമാണ്. എല്ലാവരും നടന്നു പോകുന്നു, ആ കൂട്ടത്തിൽ നടന്നു പോകുന്നു. അങ്ങനെയാണ്. അപ്പം എൻ്റെ മൂത്ത ബ്രദർ ആദ്യം സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം വീട്ടിൽ ഇരുന്ന് ബോറടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചപ്പം അന്ന് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിരുന്നു. അപ്പം ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അതിനെന്താ, അവനെ കൂടെ വിട്ടേരെ, എന്തായാലും വന്ന് കളിച്ച് ഒക്കെ പോകുമല്ലേ ഉള്ളൂ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രജിസ്റ്ററിൽ അഡ്മിഷൻ ഇല്ലാതെ കുറേ നാൾ അങ്ങനെ സ്റ്റുഡൻ്റായിട്ട് പോയി കഴിഞ്ഞു. പരീക്ഷയൊക്കെ വരുമ്പം നല്ല മാർക്ക് കിട്ടിയപ്പം സാറ് തന്നെ പറഞ്ഞു, എന്തിനെ എന്നാൽ പിന്നെ അവനെ അങ്ങ് ചേർത്ത് കൂടെ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ സാറ് തന്നെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഇട്ട് ഏതാണ്ടൊരു 1.5 വർഷം മുന്നോട്ട് ഇട്ട് അങ്ങനെ ചേർത്തു. അങ്ങനെയാണ് സ്കൂൾ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ സ്കൂളിൽ പോകുന്നുണ്ട്, സന്തോഷകരമായിട്ട് വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഹൈസ്കൂള് പത്തനംതിട്ട മാർത്തോമ ഹൈസ്കൂളാണ്. മാർത്തോമ ഹൈസ്കൂൾ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും. അപ്പം രാവിലെ ആകുമ്പം ആ ഭാഗത്തുള്ള എല്ലാവരും നടന്നു പോകുന്നു. ആ കൂട്ടത്തിൽ നമ്മളും നടന്നു പോകുന്നു. അങ്ങനെ സന്ധ്യയാകുമ്പം തിരിച്ചു വരും. പിന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങളായി, കളിയായി, അങ്ങനെ സമയം കളയുന്നു. അങ്ങനെ പഠിത്തം എന്നുള്ളത് അന്നത്തെ സമയത്ത് ഒരു വലിയ പ്രയോറിറ്റി അല്ലായിരുന്നു. ആ സമയത്ത് പ്രത്യേകിച്ച് കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് കൃഷിയോടും ഒക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം. അങ്ങനെ കഴിഞ്ഞ് SSLC കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയ ചോദ്യം മുന്നിൽ വന്നു. എന്താണ് ഇനി മുന്നോട്ട് എന്നുള്ളത് ഒരു ഡയറക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു അങ്കിള് പറഞ്ഞു, എടാ, എന്നാ നിനക്ക് ഡിപ്ലോമയ്ക്ക് പോയിക്കൂടെ, കണക്കിനും സയൻസിനും നല്ല മാർക്കുണ്ട്. ഹൈസ്കൂളിൽ പൊതുവേ അങ്ങനെ വലിയ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ചിലപ്പം ബിലോ ആവറേജ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ ആണ് പോളിടെക്നിക്കിലേക്ക് അപ്ലൈ ചെയ്തു. പിന്നെ ചെറിയ ടെക്നിക്കലി ഇൻട്രസ്റ്റഡ് ഉള്ളത് കൊണ്ട് മെക്കാനിക്കൽ എടുക്കാമെന്നുള്ള രീതിയിൽ മെക്കാനിക്കൽ എടുത്തു. അങ്ങനെ അവിടെയാണ് പഠിത്തം തുടങ്ങിയത്. എന്നാൽ കോളേജിലെ ആദ്യ ദിവസമാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റായിട്ട് ചേഞ്ച് ആയത്. കോളേജിലോട്ട് കടന്നു പോകുമ്പം ആദ്യം
വലിയ ബിൽഡിങ്, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ സ്റ്റുഡൻസ്, സാറുമാർ എല്ലാം കാണുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് ആണ് പോയത്. അവിടെ ചെന്ന് ആദ്യ ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാർ തമ്മിൽ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ പലപ്പോഴും അമേരിക്കയിൽ ഇതൊരു പേഴ്സണൽ ആൻഡ് കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സായിട്ടുള്ള കാര്യമാണ് നിൻ്റെ ഗ്രേഡ് എത്ര എന്നുള്ളത്. നമ്മൾ ചോദിക്കാറില്ല, ഇവിടെ പറയാറുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ ഗ്രേഡ് എത്രയാണ്, നീ എത്ര മാർക്ക് നിനക്ക് കിട്ടി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പം ഓരോരുത്തർക്ക് കിട്ടുന്ന മാർക്കും നമ്മളിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വിഷയമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൽ റാങ്കിങ് എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 50 പേരുള്ള ക്ലാസ്സിലെ ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങിച്ച ആളായിരുന്നു ഞാൻ. എന്നാൽ മാത്സ്, സയൻസ്, ഇംഗ്ലീഷിൽ നല്ല മാർക്കുള്ളത് കൊണ്ടാണ് അഡ്മിഷൻ കിട്ടിയത്. മൊത്തമുള്ള മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നത്തെ ചിന്ത, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും നമ്മൾ നോക്കുമ്പോൾ. മാത്രമല്ല, അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസും ഈ കൂട്ടത്തിലുണ്ട്. അവർ ഓൾറെഡി ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി പഠിച്ചതാണ്. അവർ ട്രിഗ്നോമെട്രി, കാൽക്കുലസ് ഒക്കെ കുറച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ SSLC കഴിഞ്ഞ് വരുന്നവർ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇതെല്ലാം പുതിയ ലാംഗ്വേജാണ്, പുതിയ കാൽക്കുലേഷനാണ്. അങ്ങനെ ഇരിക്കുമ്പം ഇനിയും പിന്നെ വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര പേര് ഈ പരീക്ഷയിൽ ജയിച്ചു, എത്ര പേര് തോറ്റു, മുന്നോട്ട് പോകാൻ എന്താണ് ഒരു സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിഷമത്തോടു കൂടി, വളരെ സ്ട്രെസ്സോട് കൂടി അനലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഒരു കാര്യം നോക്കിയത്, ഒരു 10 to 15% സ്റ്റുഡൻസ് ഓരോ വർഷവും തോക്കും. അപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയത്, ഈ 15%-ൽ ആരൊക്കെ ആയിരിക്കും ഈ കൂട്ടത്തിലെ ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങിയ ആ 15% സ്റ്റുഡൻസ് ആയിരിക്കാം തോക്കാൻ സാധ്യത എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വല്ലാതെ കടന്നുകൂടി. അപ്പോൾ ഇനിയും പിന്നത്തെ ആഗ്രഹം, ഇത് മുന്നോട്ട് പോകണോ അതോ പിൻവലിയണോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ കാലത്ത് നമുക്ക് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ പുതിയ ഐഡിയാസോ ഒന്നും കിട്ടാനുള്ള ഒരു സമയം ഇല്ലാത്ത സമയമാണ്. അന്ന് എനിക്ക് പെട്ടെന്ന് ആദ്യത്തെ ഒരു 2 ആഴ്ച 3 ആഴ്ച ക്ലാസ്സിലെ ഒരു കാര്യവും മനസ്സിലാകാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടിരുന്നപ്പോഴാണ് പിന്നെ ഇതിലൊരു പോംവഴി വേണമല്ലോ എന്നുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഒന്ന്, ഞാനെപ്പോഴും ആലോചിക്കുന്നത്, എത്ര പേര് തോക്കും, ആ കൂട്ടത്തിൽ ഞാനും തോക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്നത്. എന്നാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ചിന്ത, ഈ മറ്റുള്ളവർ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ട് ഞാൻ തോക്കണമെന്നില്ല. ഞാൻ പഠിക്കുന്നതും ഞാൻ ജയിക്കുന്നതുമാണ് എൻ്റെ റിസൾട്ടിൽ കാണാൻ വരുന്നത്. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ തോൽവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് മാറ്റിയിട്ട് ജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് പിന്നെ. വേറൊരു കാര്യം ഞാൻ ഓർത്തത്, ഫെയില്യൂർ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. ഇവിടെ തോൽവിക്ക് എനിക്കൊരു സാധ്യത ഇല്ല. തോറ്റു കഴിഞ്ഞാൽ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചത്, എന്ത് വന്നാലും മാക്സിമം ട്രൈ ചെയ്തിട്ട് മാത്രമേ വേണ്ടെന്ന് വെക്കാവൂ. നെവർ ഗിവ് അപ്പ് വിത്തൗട്ട് ട്രൈയിങ് യുവർ മാക്സിമം. പറ്റത്തില്ല എങ്കിൽ, അത്രയും ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല എങ്കിൽ വേണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ഓർത്തത്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ കേപ്പബിലിറ്റീസ്.
അതുപോലെ പിന്നെ ഞാൻ ഓർത്തത്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ കേപ്പബിലിറ്റീസ്. അതായത് മറ്റുള്ളവരുടെ കഴിവിനെയാണ് ഞാൻ എപ്പോഴും കൂടുതലായിട്ട് കാണുന്നത്. എൻ്റെ സ്വന്തം കഴിവിനെ ഞാൻ ഒട്ടും കാണുന്നില്ല. അതുകൊണ്ട് അതൊട്ടും കുറവായി കാണാതെ മാക്സിമം അത് ഉപയോഗിക്കാൻ പഠിക്കുക. അതാണ്. പിന്നെ വേറൊന്ന് ഒരു കാര്യം ഓർത്തത്, ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ്, ഇഫ് സംബഡി ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ടു. അതായത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അങ്ങനെ പതുക്കെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും വളരെയധികം സമയം ബുദ്ധിമുട്ടി ഹാർഡ് വർക്ക് ചെയ്ത് ലൈബ്രറിയിലുള്ള ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്ത് പഠിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ അതിൻ്റെ റിസൾട്ടും കാണാൻ തുടങ്ങി. ഓരോ ക്ലാസ്സിലും അതിൻ്റേതായ റിസൾട്ട് കാണാൻ തുടങ്ങുമ്പോഴും ഓരോ പ്രാവശ്യം അത് കാണുമ്പോഴും അതിൻ്റെ ആവേശം കൂടി വന്നു. അപ്പോൾ അങ്ങനെ പഠിത്തം ഒരു ഹരമായിട്ട് മാറി. അങ്ങനെ വന്ന് ആദ്യത്തെ വർഷം റിസൾട്ട് വന്നപ്പോൾ 50 പേരുള്ള ക്ലാസ്സിലെ 50ആയിട്ട് ഇരുന്ന ആൾ ഒന്നാമതായി. അതൊരു വലിയ മിറക്കിളാണ്. അങ്ങനെ അടുത്ത വർഷം വന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സെക്കൻഡ് ഇയറാണ്. അതും ഒരുപാട് പേര് തോക്കുന്ന ഒരു ഇയറാണ്. അവിടെ വന്നപ്പോഴും ഇതേപോലെ തന്നെ ഇതേ ആവശ്യത്തോടു കൂടി വീണ്ടും പഠിത്തം തുടങ്ങി. ഒരു പഠിത്തം എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, ഒരു ആവേശവും ഒരു ക്രേസ് അല്ലെങ്കിൽ ഒരു മാഡ്നെസ്സായിട്ട് മാറി. ഒരു മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വട്ട് എന്ന് പറയുന്ന പോലൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ക്ലാസ്സിലാണെങ്കിൽ ഫസ്റ്റായിട്ട് നിൽക്കുന്ന ആൾ സെക്കൻഡ് ആകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലുള്ള ഒരു സിറ്റുവേഷനിലാണ് കൊണ്ടിരുന്നത്. മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ വീതം നാട്ടിൽ പോകും. നാട്ടിൽ നിന്ന് പറയും വീട്ടിൽ പോകും. വീട്ടിൽ പോകുമ്പം അന്നാണ് ശരിക്കും നല്ലതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ആ സമയം മിക്കവാറും വീട്ടിൽ പോയാൽ നല്ല ഉറക്കമായിരിക്കും. അമ്മ മിക്കവാറും പറയാറുണ്ട്, ഇവനെ വെറുതെ വിടുകയാണ്, ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനാണെങ്കിൽ അവൻ അവിടെ എന്തോ ആയിരിക്കും, എന്തായാലും റിസൾട്ട് കാണട്ടെ എന്നായിരിക്കും പറയുന്നത്. എനിവേ അങ്ങനെ രണ്ടാമത്തെ വർഷം വന്നു. രണ്ടാമത്തെ വർഷം വന്നപ്പോഴത്തേക്കും കോളേജിലെ ഏറ്റവും നല്ല ടോപ്പ് ലെവലിൽ പാസ്സായി. അങ്ങനെ മൂന്നാമത്തെ വർഷവും അതേപോലെ തന്നെ നല്ല ലെവലിൽ പാസ്സാകാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ടോപ്പറായിട്ട് പാസ്സായി. അതൊരു വലിയ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരം രീതിയിലുള്ള ഒരു റിസൾട്ടായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിസൾട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഫൈനൽ ഇയർ ടൈമിലാണ് അന്ന് കേരള ഗവൺമെൻറ് ഡിപ്ലോമ ഹോൾഡേഴ്സിന്, അതായത് പോളിടെക്നിക്ക് പാസ്സായിട്ടുള്ളവർക്ക് എൻജിനീയറിങ്ങിന് ബാച്ചിലർ ഡിഗ്രിക്ക് വേണ്ടി ഉള്ള ഒരു പാർട്ട് ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻജിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസും എൻജിനീയേഴ്സും പെട്ടെന്ന് അതിന് ഒരു സമരം പ്രഖ്യാപിച്ചു. ആ സമരം വന്നതോടുകൂടി ഗവൺമെൻറ് ആ ഒരു ഓർഡർ പിൻവലിച്ചു. അതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം. ഈ ഒരാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിനെ മറ്റൊരാൾ എന്തിനെതിർക്കണം? അതാണ് എൻ്റെ ചോദ്യം. എന്തായാലും ഉടൻ തന്നെ മറ്റ് പോളിടെക്നിക്കുകളിലുള്ള എല്ലാ സ്റ്റുഡൻസും കൂടെ ഒന്നിച്ച് ഓരോ കോളേജിൽ നിന്നും ഒരു ബസ് വീതം പിടിച്ച് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു ഗംഭീര പ്രകടനം നടത്തി. അതിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനും ട്രിവാൻഡ്രത്ത് പോയി. അങ്ങനെ ഒരു ഗംഭീര പ്രകടനം നടത്തിയത് കാരണം ഗവൺമെൻറ് അന്ന് അപ്രൂവ് ചെയ്തതിനെക്കാട്ടിലും പകുതി സ്റ്റുഡൻസിനെയും കൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15 സ്റ്റുഡൻസിനെയും കൊണ്ടാണ് പാർട്ട് ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ട്രിവാൻഡ്രത്തും തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലും അങ്ങനെ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു.
ആ സമയം ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പം എനിക്ക് അങ്ങനെ ജോലി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം കെൽട്രോണിൽ നിന്നൊരു ലെറ്റർ വന്നു. അവർ സ്റ്റേറ്റ് റാങ്ക് ലെവലിൽ വെച്ചിട്ട് അവർ സെലക്ഷന് വേണ്ടി വിളിച്ചതാണ്. വന്നിട്ട് ഒരു ടെസ്റ്റും അത് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവും ഉണ്ട്. അങ്ങനെ സ്റ്റേറ്റിലെ തന്നെ എല്ലാ ലെവലിലുമുള്ള ടോപ്പ് സ്റ്റുഡൻസിനെ അവർ ഹയർ ചെയ്യുന്നൊരു പുതിയ സ്ട്രാറ്റജിയാണ് അവർ പുതിയതായിട്ട് തുടങ്ങിയത്. അങ്ങനെ അവിടെ പോയി ടെസ്റ്റ് എഴുതി, ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതും പാസ്സായി. വിത്തിൻ 2 വീക്സ് എനിക്ക് ട്രിവാൻഡ്രത്ത് ജോലി കിട്ടി. ട്രിവാൻഡ്രം കരകുളം യൂണിറ്റിലാണ്. കരകുളം യൂണിറ്റിൽ ആദ്യം അവിടെ ഒരു കാൽക്കുലേറ്റേഴ്സ്, അതുപോലെ തന്നെയുള്ള ഡിജിറ്റൽ പ്രോഡക്ട്സ്, അതുപോലുള്ളതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസറായിട്ടാണ് ജോലി കിട്ടിയത്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. ഞാൻ പഠിച്ചത് പന്തളം NSS പോളിടെക്നിക്കിലാണ്. അങ്ങനെ അവിടുന്ന് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ടെക്നിക്കൽ ഡിസൈനായിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പിന്നെ ഈ എൻജിനീയറിങ് R&D ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. അങ്ങനെ പലതരം പ്രോഡക്ട്സ് ഡിസൈനിങ്ങിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഇരുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ്, FACT അതുപോലുള്ളിടത്തു നിന്നും ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിന് പോയി, ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് പോയി അറ്റൻഡ് ചെയ്തു. ജോലിയും കിട്ടി. പക്ഷേങ്കിൽ ട്രിവാൻഡ്രത്ത് കഴിയണം, അല്ലെങ്കിൽ തൃശ്ശൂർ കഴിയണം, തുടർന്നുള്ള പഠനത്തിനെന്നുള്ള രീതിയിൽ ഞാനത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ചിന്ത തോന്നി, എന്നാൽ ഇനി അവിടോട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ച് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ കസിൻ ഒരു ലെറ്റർ എഴുതി, ഇവിടെ പാർട്ട് ടൈം ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അയച്ചു തരണമെന്ന്. അങ്ങനെ അവനതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചു തന്നു. ഞാനത് അവിടെ അയച്ചു കൊടുത്തു. അങ്ങനെ അപ്പം അവിടെ വന്ന ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് കെൽട്രോണിൽ ട്രാൻസ്ഫർ ആർക്കും കൊടുക്കാതിരിക്കുന്ന ഒരു സമയമാണ്. അത് ഏതാണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫറും കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ആണ് അന്ന് അതിൻ്റെ തുടങ്ങിയ സമയത്തെ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ KPP നമ്പ്യാരുമായിട്ട് കുറച്ച് പേഴ്സണൽ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം ഉടൻ തന്നെ അതിന് ഉള്ള അപ്രൂവൽ തന്നു. അങ്ങനെ അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്ന് ഞാൻ തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫറായി. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അടുത്ത 4 വർഷം പഠിച്ച അതേ ആവേശത്തോടു കൂടി വീണ്ടും പഠിത്തം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ട് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും BTech എടുക്കുവാൻ സഹായിച്ചു. അതുപോലെ തന്നെ കോളേജിലായിരുന്നാലും മിക്കവാറുമുള്ള എല്ലാ ആക്ടിവിറ്റിയിലും വളരെ നന്നായിട്ട് പങ്കെടുത്തിരുന്നു. ആ വർഷത്തെ ലാസ്റ്റ് ഇയറിൽ, അതായത് 1985 ഫൈനൽ ഇയർ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ കോളേജ് യൂണിയനിൽ നിന്നു. അന്ന് KSUവും SFIയും നന്നായിട്ട് യൂണിയനിൽ ഭയങ്കരമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന സമയമാണ്. ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന എന്നെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. അവരാടെ നിർത്തിയില്ല. അത് കാരണം ഓൾമോസ്റ്റ് യുനാനിമസായിട്ട് അന്ന് അവിടുന്ന് കോളേജ് യൂണിയനിലേക്ക് ജയിക്കാനും ഒരു ഫൈനൽ ഇയർ ഡേ അവിടെ വാദ്യഗംഭീരമായിട്ട് നടത്തുവാനും സഹായിച്ചു. അത് തൃശ്ശൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു കൾച്ചറാണ്. വളണ്ടിയേഴ്സ് ആണ് അവിടുത്തെ എല്ലാം ചെയ്യുന്നത്. അവിടുത്തെ വളണ്ടിയേഴ്സായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും എൻ്റെ നന്ദി ഞാൻ ഇപ്പോഴും അറിയിച്ചുകൊള്ളുന്നു. അന്ന് ഉണ്ടായിരുന്നവർക്ക് അതൊരു മെമ്മറബിൾ ഇവൻ്റാണ്. അവരെ പലരും ഇപ്പോഴും ജീവിതത്തിൽ ഓർത്തിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 1985 ആണ് അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. 1985 അങ്ങനെ ആദ്യം
സമ്മറിൽ ഇവിടെ വന്നു. എൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ വന്ന് ഒരു ഹയർ സ്റ്റഡീസ് നടത്തിച്ച് തിരിച്ചു പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു 3 വർഷത്തെ അവധിക്കാണ് വന്നത്. ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റിയിൽ, ഒക്ലഹോമ യൂണിവേഴ്സിറ്റിയിൽ അതിന് വേണ്ടതായ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്തു, അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എവിടെയെങ്കിലും ഒരു ജോലിയൂടെ സംഘടിപ്പിച്ചിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ് കുറച്ചുകൂടെ ആ സമയത്ത് മാർക്കറ്റബിളായിട്ടുള്ളതെന്ന് കണ്ടു. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ അപ്പം ഇവിടുത്തെ ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അഡ്വൈസറെ കാണുക, ഒരു കൗൺസിലിംഗ് നടത്തിയാൽ അവർ പറയും നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെല്ലാം സബ്ജക്ട്സ് ആണ് അതിനെ അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ സബ്ജക്ട്സ് ഇനിയും പഠിക്കണം എന്നുള്ളത് അവർ കറക്റ്റായിട്ട് പറയും. അങ്ങനെ നമ്മൾ പഠിച്ച ബേസിക്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ വേണ്ട സബ്ജക്ട്സ് കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിഗ്രി കിട്ടും. അങ്ങനെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ വേറൊരു ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കൺട്രോൾ സിസ്റ്റം മേജർ ആയിട്ട് ആക്ച്വലി PhD എടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർ ഇതെല്ലാം ഒന്നിച്ചുള്ള ഒരു സിസ്റ്റമാണ് കൺട്രോൾ സിസ്റ്റംസ്, അഡ്വാൻസ് കൺട്രോൾ സിസ്റ്റംസ്. അപ്പം അതിനൊരു വളരെയധികം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ അത് എടുക്കാം എന്ന് വിചാരിച്ച് PhDക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പം ഞാൻ ഇതേ സമയത്ത് തന്നെ വേറൊരു കമ്പനിയിൽ ജോലി കിട്ടി. ആക്സോ നൊബേൽ എന്ന് പറയുന്ന കമ്പനി. ആക്സോ നൊബേലിലാണെങ്കിൽ അത് ഈ നൊബേൽ പ്രൈസ് കൊടുക്കുന്ന കമ്പനിയുടെ ഒരു സബ്സിഡറിയാണ്. അവിടെ ഞങ്ങൾ ബയോമെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് ആണ്. അതായത് ബ്ലഡ് ടെസ്റ്റിംഗ് മെഷീൻസ്, ഡയാലിസിസ് മെഷീൻസ്, പിന്നെ എൻഡോസ്കോപ്പി മെഷീൻസ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള അതാണ്. ഇതിൻ്റെ മിക്കവാറുമുള്ള ടെക്നോളജി പലതും നാസയിൽ നിന്നും ലൈസൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുമ്പം അപ്പം PhD ആണെങ്കിൽ ഇവിടെ കൂടുതലും ടീച്ചിങ്ങിനും പ്യൂർ റിസർച്ചിനുമാണ് നല്ലത്. അപ്പം അതുകൊണ്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളിന് പിന്നെ PhDയെക്കാട്ടിലും നല്ലത് MBA ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺട്രോൾ സിസ്റ്റം MS തീസിസ് സ്റ്റോപ്പ് ചെയ്തിട്ട് MS എടുത്തിട്ട് അവിടുന്ന് പിന്നെ MBA എടുത്തു. MBA എടുക്കുമ്പോൾ അതാണ് കൂടുതലും ബിസിനസ് സൈഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അങ്ങനെ ആ കമ്പനിയുടെ ഒരു ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യാനും സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2000 ഈ കമ്പനിയുടെ ഒരു സ്പിൻ ഔട്ട്, അതായത് ഒരു ഭാഗം വേറൊരു കമ്പനിക്ക് അവർ വിറ്റു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വേറൊരു എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്ത് കൂടെ കുറേ എൻജിനീയേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും മറ്റ് എംപ്ലോയീസിനെയും എല്ലാം ഹയർ ചെയ്ത് പിന്നെ ഒരു പുതിയ ടൈപ്പ് ഡയാലിസിസ് മെഷീൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് കഴിഞ്ഞ ടൈം ആയപ്പോഴത്തേക്കും അവർ ആ കമ്പനി ന്യൂയോർക്കിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ന്യൂയോർക്കിലേക്ക് മൂവ് ചെയ്തപ്പം ന്യൂയോർക്കിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളുകളെ എല്ലാവരെയും കൂടെ കൂട്ടി ഞാൻ തന്നെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ്. അതായത് പുതിയ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുക, മാർക്കറ്റിൽ ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അന്നുണ്ടായിരുന്ന എൻജിനീയേഴ്സിനെ എല്ലാവരെയും ഞാൻ അവരെ ഹയർ ചെയ്ത് പുതിയ ഒരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആണ് 2001 ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും അത് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ തന്നെയാണ്. ഇപ്പോഴും നന്നായിട്ട് പോകുന്നു. ഇപ്പോഴത് കുറച്ചുകൂടെ വിപുലമാക്കി അത് ഒരു 15,000 സ്ക്വയർ ഫുട്ട് ഫെസിലിറ്റിയിലോട്ട് മാറ്റി അവിടുത്തേക്ക് പാർട്സൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും വാങ്ങിച്ചു. എല്ലാ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഓർഗനൈസ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ
അത് പോകുന്നുണ്ട്. ഇത് ഒക്ലഹോമയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒക്ലഹോമ മലയാളികൾ ഒരു നല്ല ശതമാനം മലയാളികൾ ഒക്ലഹോമയിലുണ്ട്. അവിടെ ഒക്ലഹോമ മലയാളി അസോസിയേഷൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടാണ് ഞാനും എൻ്റെ വൈഫ് ഷേർലിയും. പിന്നെ ഞാനതിൻ്റെ പ്രസിഡൻ്റായിട്ടും ട്രഷററായിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും എല്ലാവിധ പൊസിഷൻസും എടുത്തിട്ടുണ്ട്. വളരെ നന്ദിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വൈഫും ഇതിൽ വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം ഏതാണ്ടൊരു 6-7 ഇയേഴ്സ് മുമ്പ് ആണ് ലീപ്പ് അവാർഡ്, അതായത് ലീഡർഷിപ്പ് ഇൻ എൻജിനീയറിംഗ് അച്ചീവ്മെൻറ്റ് അവാർഡെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു അവാർഡ് നേഷൻ വൈഡായിട്ട് ഇവർ ഓർഗനൈസ് ചെയ്തതിൽ ജഡ്ജായിട്ട് ജഡ്ജായിട്ട് അവരെന്നെ നോമിനേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, താല്പര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ അന്ന് മുതൽ ഇന്ന് വരെയും അതിൻ്റെ ജഡ്ജായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും ഉള്ള പുതിയ ടെക്നോളജിയുടെ പുതിയ ഇൻവെൻഷൻസ് ആൻഡ് ഇന്നൊവേഷൻസ് അവർ അയച്ചു കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ അത് ഓരോ വർഷം മിക്കവാറും നടക്കാറുള്ളത് വർഷത്തിൻ്റെ അവസാനത്തേക്കാണ്. അത് കംപ്ലീറ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാർക്കിട്ട് അതിൻ്റെ പുതിയ ടെക്നോളജിയുടെ അവാർഡ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിലെനിക്ക് കഴിഞ്ഞ വർഷത്തെ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് ഒരു നമ്മുടെ ബോൾ പോയിൻ്റ് പെന്നിൻ്റെ എൻഡിൻ്റെ അത്രയും വലിപ്പമുള്ള മൈക്രോ സൈസുള്ള കമ്പ്യൂട്ടർ ചിപ്പ്, അതിനകത്ത് കമ്പ്യൂട്ടറിന് വേണ്ടതായ എല്ലാ എലമെൻസും അടങ്ങിയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ. അത് ടെക്സസ് ഇൻസ്ട്രുമെൻ്റ് ഡെവലപ്പ് ചെയ്തതാണ്. അതിനാണ് ഒരു അവാർഡ് കിട്ടിയത്. അങ്ങനെ പുതിയ ടെക്നോളജിയിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒക്ലഹോമ മലയാളി അസോസിയേഷനിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിന്, അതായത് 10, 11, 12 ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി AI-യെക്കുറിച്ചും അഡ്വാൻസ് റോബോട്ടിക്സിനെ കുറിച്ചും കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചും ഉള്ള ഒരു സെമിനാർ നടത്തി. വളരെയധികം സന്തോഷമായിരുന്നു. ഒരുപാട് കുട്ടികൾ കടന്നു വന്നു. അവരെ കൊണ്ട് തന്നെ ഒരു റോബോട്ടിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, എങ്ങനെ ഒരു ടാസ്ക് അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ ഞങ്ങളുടെ കമ്പനിയിലുള്ള ഒരു ലേസർ മെഷീനിൽ അവർ തന്നെ പ്രോഗ്രാം ചെയ്ത് അവരുടെ ഒരു നെയിം പ്ലേറ്റ് അവരെ പ്രിൻ്റ് ചെയ്ത് ലേസറിൽ പ്രിൻ്റ് ചെയ്തെടുത്തു. അതൊക്കെ വളരെ സന്തോഷകരമായിരുന്നു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതാണ് ഒരു വളരെ സന്തോഷമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ ഉള്ളത്, കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഫസ്റ്റ് കരിയർ കെൽട്രോണിലായിരുന്നു. അന്ന് KPP നമ്പ്യാർ അന്നത്തെ ഒരു വലിയ ഒരു ഇൻസ്പിറേഷനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം കെൽട്രോണിലെ റിട്ടയറായിട്ടുള്ള എംപ്ലോയീസ് എല്ലാം കൂടെ ഒരു കെൽട്രോൺ ഒരുമ എന്നുള്ള ഒരു ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കെൽട്രോണിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലെ അല്ല കേരളത്തിലെ ഏതെങ്കിലും നല്ല ഹൈ ലെവലിലായിട്ട്, അതായത് KPP നമ്പ്യാറിൻ്റെ കാലിബറിലുള്ള ആർക്കെങ്കിലും ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുപോലുള്ള പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പ്രപ്പോസ് ചെയ്തു, ഈ യങ്ങായിട്ടുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ഒരു യങ് ഇന്നോവേറ്റർ അവാർഡ്, അതായത് ഒരു 30-35 വയസ്സിൽ താഴെയുള്ളവർക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു അവാർഡ് തുടങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ പുതിയതായിട്ട് കഴിഞ്ഞ വർഷം KPP നമ്പ്യാർ യങ് ഇന്നോവേറ്റർ അവാർഡ് സ്റ്റാർട്ട് ചെയ്തു. അത് എല്ലാ വർഷവും ഏതാണ്ട് വർഷ അവസാനത്തിലാണ് അത് നടത്തുന്നത്.
അതും വളരെ സന്തോഷകരമായിട്ട് നടക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ ഹോട്ടലിലാണ്. എൻ്റെ വൈഫ് ഫോമയുടെ ലേഡി റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ പുള്ളി ആളുകളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് പറയാൻ. സാറേ, ഞാൻ ഒരു 2 കാര്യം കൂടെ ചോദിച്ചാൽ, സാറിൻ്റെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, സിബ്ലിങ്സ്, ഇവരെ പറ്റി ചേർക്കുവാണ്ട് പറഞ്ഞു. സാറിനെ പോലെ ഇത്രയും ഇമ്പ്രൂവ് ആയ ആൾക്കാരുണ്ടോ എന്നറിയാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. സാർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ഇലക്ട്രോണിക്സ് വന്നപ്പോൾ, ഒരു ഇലക്ട്രിക്കൽ പോലും പഠിക്കാതെ ഇലക്ട്രോണിക്സ് വന്നപ്പോൾ സാറിന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായത്? ഓക്കെ, ആദ്യം പേരൻസിനെ കുറിച്ച് പറയാം. പേരൻസ്, ഫാദറിന് ഒരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു പത്തനംതിട്ട ടൗണിൽ. മദറാണെങ്കിൽ ഹൗസ് വൈഫാണ്. അങ്ങനെ അധികമൊന്നും ഇതില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളി ISROയിലെ ഒരു ടോപ്പ് ലെവൽ എൻജിനീയർ, സയൻറ്റിസ്റ്റ് ആയിരുന്നു. പുള്ളി റിട്ടയറായി. അങ്ങനെ അതൊരു ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ബ്രദേഴ്സ്, എനിക്ക് 2 ബ്രദറും 2 സിസ്റ്റേഴ്സുമാണ്. എല്ലാവരും ഡാലസിലാണ് സെറ്റിലായിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ അങ്ങനെ അവരാരും അങ്ങനെ ഒത്തിരി ഹയർ ലെവലിലോട്ട് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇളയ ബ്രദർ കമ്പ്യൂട്ടർ സയൻസാണ്. പിന്നെ മറ്റേ സിസ്റ്റേഴ്സും അങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കുന്നു. അവരെല്ലാം അമേരിക്കയിലുണ്ടോ? അമേരിക്ക തന്നെയാണ്, ഡാലസിലാണ് എല്ലാവരും സെറ്റ്. അതെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിൽ എങ്ങനെ ഡയറക്റ്റ് ജമ്പ് ചെയ്തു? അല്ല, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ മെക്കാനിക്കൽ പഠിച്ച സമയത്തും ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ലാബ് ഉണ്ടായിരുന്നു. സിവിലും ഉണ്ടായിരുന്നു. അത് അതിൻ്റെ വേറൊരു വലിയ അഡ്വാൻറ്റേജ്. അതാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ പഠിത്തത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാത്തില്ല. മെക്കാനിക്കൽ പഠിച്ച ആൾ സിവിളും ഇലക്ട്രിക്കലും പഠിക്കുന്നുണ്ട് കുറച്ചെങ്കിലും എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടച്ച് ഉണ്ട്. അതുകൊണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ, ഈ സിവിൽ പഠിച്ചത് കൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായത്, ഞാൻ അവിടെ പിന്നെ ഒരു പാർട്ട് ടൈം ലെവലിൽ വീടുകൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് ആസ് എ ബിൽഡർ ഇവിടെ ഒക്ലഹോമയിൽ. അതൊരു കാരണം അതിന്റെ ബേസിക്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു പോസിറ്റീവ് തിങ് ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ തന്നെ കാട്ടിലും ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്, അഡ്വാൻസുമാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഡിപ്ലോമയുടെ 3 വർഷവും എഞ്ചിനീയറിംഗ് കോളേജിലെ 4 വർഷം, സാറിന് തോന്നിയ ഒരു വ്യത്യാസം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമയിൽ പഠിക്കുന്നത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ സൈഡിലോട്ടുള്ള ഇൻക്ലൈനേഷനിലാണ് പഠിക്കുന്നത്. പിന്നെ അത് അതേസമയം ബിടെക് അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ തിയറി ആഡ് ചെയ്യുന്നുണ്ട്. അതേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഡിപ്ലോമക്കാർക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ എക്സ്പീരിയൻസും സ്കില്ലും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായിരുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. സാർ എന്തിനാ 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കേണ്ടി വന്നത്? നമുക്ക് പാർട്ട് ടൈമിന് 2 years കൊണ്ട് തീർക്കാവുന്നല്ലേ? അതെ, പക്ഷേ 4 വർഷമാണ് അവിടുത്തെ അന്നത്തെ സിസ്റ്റം. 2 വർഷം തന്നെ ആവശ്യമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 2 വർഷം വീണ്ടും പഠിച്ചത് തന്നെ ഒന്നുകൂടെ പഠിച്ചിട്ടാണ് പിന്നെയാണ്. അതായത് സിസ്റ്റം ഇങ്ങനെയാണ്, ഫസ്റ്റ് ഇയറിൽ ഡിഫറെൻറ്റ് കരിക്കുലം പഠിക്കുന്നത്, സബ്ജക്റ്റാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും സെയിം സിലബസ്, സെയിം എക്സാമിനേഷൻ. പഠിക്കുന്നതിൻ്റെ ടൈം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെയാണ്. പക്ഷേ ആ ഗ്രാജുവേഷൻ കൊണ്ട് സാറിന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായി. ഇവിടെ വന്നപ്പം അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നപ്പോൾ ഇവരത് ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇവാലുവേറ്റ് ചെയ്യുന്ന ഓരോ നമ്പർ ഓഫ് അവേഴ്സ് പഠിക്കുന്നത് വെച്ചിട്ടാണ്. ഡിപ്ലോമയ്ക്ക് ഒരു 11th ഗ്രേഡേ ഉള്ളൂ ഇവിടെ വെക്കുമ്പോൾ. അതെ, അതാണ്. ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിന് നേരിട്ട് പല കോഴ്സിനും ഇവിടെ. അതാ വേറൊരു കാര്യം, ഡിപ്ലോമ അല്ല എഞ്ചിനീയറിംഗ് അവിടെ എന്ന് പറഞ്ഞാൽ 4 year ക്ലാസ്. 4 year. ഇവിടെ വരുമ്പം 4 year ക്ലാസ് ഉള്ളത് മാത്രമേ അപ്രൂവ് ചെയ്തുള്ളൂ.
അതാണ് അതെ 3 ഇയർ ഡിപ്ലോമയ്ക്ക് വാല്യൂ ഇല്ല. അതെ 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 അതെ. പിന്നെ എനിക്കൊരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ലതാണ്. പക്ഷെങ്കിൽ ഇതിനകത്ത് വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും പൊളിറ്റിക്സും റിലീജിയനും മിക്സ് ചെയ്യും. അതാണ് അവിടെയാണ് അതിനകത്തെ കുഴപ്പം. ഇപ്പം തന്നെ ഇവിടുത്തെ ഞാൻ രണ്ടിടത്തും പഠിക്കുകയും രണ്ടിടത്തും ജോലിയും ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും നോക്കുന്നത് ഒരു കമ്പാരിസനാണ്. എപ്പോഴും അവിടെ ആയാലും എങ്ങനെ ആയിരിക്കും, ഇവിടെ ആയാലും എങ്ങനെ ആയിരിക്കും. അതെ, ഇപ്പം ഞാൻ അവിടെ നാട്ടിൽ നിന്ന് വന്നുള്ള ആൾ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ, നല്ല കാര്യം പറഞ്ഞാൽ അവർ നല്ല രീതി തന്നെ എടുക്കും. അല്ലാതെ അവനൊരു എൻജിനീയറാണ്, അല്ലെ ഇന്ത്യയിൽ നിന്ന് വന്നു എന്നുള്ള രീതിയിലല്ല. ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ, ഞാൻ ടിങ്കർ എയർഫോഴ്സ് ബേസ് ഒക്ലഹോമയിലാണ്. ടിങ്കർ എയർഫോഴ്സ് ബേസിലെ മൾട്ടി-മില്യൺ പ്രോജക്ട്സ് പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലും ഇന്ത്യയിൽ അതുപോലെ ഒരാൾക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. അതാണ് ഒരു കാര്യം. ഇപ്പം ഞാൻ ഒരു പ്രോജക്റ്റ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. B-52 എൻജിൻ ടെസ്റ്ററാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവർ തന്നെ ഇത് പലർക്കും കോൺട്രാക്റ്റ് വിളിച്ചിട്ട് ആരും എടുക്കാതിരുന്നതാണ്. ഞാനങ്ങനെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഞാനത് ഒരു 3-4 ടൈംസ് മോർ കോട്ട് ചെയ്തു. അവർ ഈസിയായിട്ട് എനിക്ക് തന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായല്ലോ പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പറ്റുന്നില്ല, എടുത്തേ പറ്റുള്ളൂ. അതെ, അപ്പം എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളെ വേറെ ഒരു കോൺട്രാക്റ്റ് നിന്നും ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുത്തു, ചെയ്തു കഴിഞ്ഞു. പക്ഷെങ്കിൽ ആ ലാസ്റ്റ് ഡേയിൽ അപ്പം ഞാൻ അവിടെ ഭയങ്കര സെക്യൂർഡ് ഏരിയയാണ്. നമ്മളവിടെ പോയാൽ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള സകല സാധനങ്ങൾ അവർ ഡോക്യുമെൻ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളവിടെ ചുറ്റിനും ഒരു 3-4 പേര് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കും, വീഡിയോ ടേപ്പ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പല പ്രാവശ്യവും അങ്ങനെ പോയി അതെല്ലാം ഡേറ്റ സംശയമില്ലാത്ത രീതിയിൽ കാണിച്ചെങ്കിൽ അവർക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഡേയിൽ ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പം ശരിക്കും പറയാൻ എല്ലാവർക്കും വളരെ നെർവസ് ആയിരുന്നു. ഇതെന്തായിരിക്കും, ടെസ്റ്റ് വർക്ക് ചെയ്യുമോ ഇല്ലയോ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ ഷോപ്പിൽ ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് കോൺഫിഡൻസ് ആയിട്ടാണ് കൊണ്ടുപോയത്. ഏത് എഞ്ചിനായിരുന്നു സാർ? B-52. B-52 അത് ഫൈറ്റർ പ്ലെയിൻ ആണ്. ഫൈറ്റർ അല്ല, ബോംബർ. ബിഗ് പ്ലെയിൻ. അപ്പൊ അങ്ങനെ അത് ഞാൻ പറഞ്ഞു വന്നതാണ്. അവര് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ തരും, പക്ഷെ അവരത് ഇത് ചെയ്യും. അതുപോലെ പല പ്രോജക്ട്സ്. ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ, ഇത് എയർഫോഴ്സിൻ്റെ തന്നെയാണ്. അവിടെ ബേസിൽ ഒക്ലഹോമയിലാണ് ഈ പ്ലെയിൻ്റെ എല്ലാം റീബിൽഡിങ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. റീബിൽഡ് അത് ഈ മിലിറ്ററിയുടെ ആണ്. വളരെ സെക്യൂർഡ് ഏരിയയിലാണ്. അതിൻ്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൺവേയുടെ അത്രയും ലെങ്ത് ഉണ്ട്, അത്രയ്ക്ക് വലുതാണ്. പ്ലെയിൻ അവിടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസസംബിൾ ചെയ്യും. കംപ്ലീറ്റ് ഡിസസംബിൾ ചെയ്തിട്ട് ഓരോ പാർട്ടും അവർ ക്ലീൻ ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും വേറെ ടയറോ ഡാമേജോ എന്തെങ്കിലും ഉള്ളത് എടുത്ത് കളഞ്ഞ് വെച്ച് പുതിയത് അവിടെ റീപ്ലേസ് ചെയ്തിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. സ്പെയർ പാർട്സ് കിട്ടുമോ, അത് ഉണ്ടാവുമോ? അതോ ഇല്ലെങ്കിൽ ഉണ്ടാക്കും. അതിൻ്റെ ഡ്രോയിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് അവരത് പിന്നെ അത് റീഅസംബിൾ ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വീണ്ടും അങ്ങനെയാണ്. അപ്പം അതിലെ ഒരു പ്ലാന്റ്, ഒരു കെമിക്കൽ ക്ലീനിങ് പ്ലാന്റ് ആണ്. അതൊരു 3 സ്റ്റോറി ലെവൽ ഹൈ ആണ്, ഒരു ബേഗ് വലുപ്പമുള്ളതാണ്. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഒരു എൻജിനീയർ, അവിടെ എൻജിനീയറായിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഈ പ്ലാന്റിന് ചില പ്രശ്നങ്ങളാണ്, അത് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആരെങ്കിലും ലോക്കലി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ എൻജിനീയർ പറഞ്ഞത് ഇയാളെ ഒന്ന് വിളിച്ച് നോക്കാം, ഈ കമ്പനിക്കാർ ചെയ്തേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി അപ്പോൾ ഉടനെ അവിടുത്തെ ചീഫ് ആളുകൾ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് PhDക്ക് പോയിരുന്ന ആളാണ്, അവിടുത്തുകാരനാണ്. പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ മിലിറ്ററിയിലെ വലിയ ഹൈ റാങ്കിൽ ഇരുന്നയാളാണ്.
അവിടെ ചെന്ന് ഗേറ്റ് ചെന്ന് പുള്ളിയുടെ ID കാണിച്ചു കഴിയുമ്പം തന്നെ അവർ സല്യൂട്ട് ചെയ്യും. അങ്ങനത്തെ ആളാണ്. പക്ഷേ പുള്ളി ഇലക്ട്രിക്കലിൽ PhD ഉള്ള ആളാണ്. ഞങ്ങൾ രണ്ടുപേരും പുള്ളി ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കണ്ടപ്പോഴേ എനിക്ക് ആകെപ്പാടെ പറഞ്ഞില്ലേ 3 സ്റ്റോറി ഹൈ ആണ്, വലിയ ബിഗ് ഏരിയയിലാണ്. അതിൻ്റെ മണ്ടയിൽ മോണോറെയിൽ ഫിറ്റ് ചെയ്തിരിക്കുക. ഈ മോണോറെയിലിൻ്റെ കൺട്രോൾ എല്ലാം ഒരു കോർണറിലാണ്. അവിടെ നോക്കി ഇതെല്ലാം കാണാം. എന്നിട്ട് ഒരു എൻഡിൽ നിന്ന് ഒരു ബാസ്ക്കറ്റ് താഴെ വരും. ആ താഴെയാണ് ഈ പാർട്സ് എല്ലാം ലോഡ് ചെയ്യുന്നത്. മനസ്സിലായി. അത് 2 ടൺ വെയിറ്റ് വരെ ആ പാർട്സിനകത്ത് ചെയ്യുക. അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് വലിയ കെമിക്കൽ ടാങ്ക്സ് ഇങ്ങനെ താഴെ അടുക്കി വെച്ചിരിക്കുക. ആ ടാങ്കിൽ ഓരോന്നിനകത്ത് ഡിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ അറ്റത്ത് ചെല്ലുമ്പം കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുള്ള പാർട്സാണ് അവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യുന്നത്. ശരി. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം. അതിൻ്റെ കൺട്രോൾ സിസ്റ്റമാണ് മാറ്റേണ്ടത്. ശരി. അപ്പം എനിക്കിത് കണ്ടപ്പോഴേ എനിക്ക് നടക്കും. പുള്ളി എനിക്ക് കുറേ ധൈര്യം തന്നു. പുള്ളി പറഞ്ഞു ഓരോ പാർട്ട് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ് പാർട്സ് ആയിട്ട് സബ് അസംബ്ലീസ് ആയിട്ട് ചെയ്ത് റീഡിസൈൻ ചെയ്ത് നമുക്കിത് ശരിയാക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഇറ്റ് വാസ് എ ബിഗ് പ്രോജക്റ്റ്, ചാലഞ്ചിങ് പ്രോജക്റ്റ്. ഇതിനകത്തൊരു ലക്കോ ദൈവം അതൊത്തിരി ഉണ്ട്. കാരണം ധൈര്യം. അതെ, ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമുക്കൊരു കോൺഫിഡൻസ്, ഇത് നമുക്ക് ചെയ്യാം. റൈറ്റ്. പലപ്പോഴും ഒരു പ്രോജക്റ്റ് എടുക്കുമ്പം എല്ലാ കാര്യങ്ങളും നമുക്കറിയത്തില്ല. നമുക്കിത് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസും ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഈ ബയോമെഡിക്കൽ സൈഡിലോട്ട് വന്നാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡയാലിസിസ് മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റിംഗ് മെഷീൻസ്. പിന്നെ ഇതെല്ലാത്തിനും അഡ്വാൻസ് ആയിട്ട് DNA ലെവലിൽ ഡിസീസ് ഡിറ്റക്ട് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ നമുക്കുണ്ടായാൽ ഒരു മോളിക്യൂളെ ഉള്ളെങ്കിൽ ആ മോളിക്യൂളിനെ ആംപ്ലിഫൈ ചെയ്തിട്ട്, അപ്പം ഒരു മോളിക്യൂളിനെ 10 മില്യൺ ടൈംസ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്താൽ 10 മില്യൺ മോളിക്യൂൾസ് ഇല്ലേ, അതിനെ സെലക്റ്റീവായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റില്ല. അതൊരു 3 സ്റ്റേജ് മെഷീനാണ്. അങ്ങനെയുള്ള ഒരുപാട് വെരി വെരി ഹൈടെക്കിന് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യമുള്ളത്, ഈ പിന്നെ മെട്രോണിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. മെട്രോണിക് പേസ് മേക്കറിന്റെ പേസ് മേക്കറിന്റെ അത് പിന്നെ മിനിയാപ്ലസ് അല്ലേ. അതെ. ഒരു ദിവസം അവരെന്നെ വിളിച്ചു. അവരെന്ന് പറഞ്ഞാൽ ത്രൂ എ ഹെഡ് ഹണ്ട്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അവർക്കൊരു ഡയാലിസിസിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്, നിങ്ങൾ യൂസ് ചെയ്ത ടെക്നോളജിയാണ്, പിന്നെ അവർക്ക് സം ഹെൽപ്പ് വേണം. ശരി. അങ്ങനെ അത് അതിന് പേറ്റന്റ് എടുത്തായിരുന്നോ? അതൊരു പാറ്റന്റ് അല്ല, ഇത് മറ്റേ കമ്പനിക്ക് വേണ്ടി. അപ്പൊ അവര് ഇത് വേറൊരു പിന്നെ രീതിയിൽ അവർ ചെയ്യുന്നത് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കെമിക്കൽസ് റീസൈക്കിൾ ചെയ്യത്തില്ല, കളയത്തുള്ളൂ. അവര് കെമിക്കലും റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റീസൈക്കിളർ ബാംഗ്ലൂരില് റീസൈക്കിളർ ഉണ്ടാക്കുക, പിന്നെ കെമിക്കൽസ് എല്ലാം ചൈനയിൽ നിന്ന് ഉണ്ടാക്കുക, മെഷീന് അമേരിക്കയിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റ്. എന്നുള്ള പ്രോജക്റ്റ് ആയിരുന്നു. ഒരു വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച എന്ത് വേണം എന്ന് ചോദിച്ചതിന്റെ 2 times മോർ അവരെനിക്ക് തന്നു. കാരണം അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അവർക്കൊരു പ്രോഡക്റ്റ് കിട്ടി, അവരുടെ ചിന്തിച്ച ഒരു പ്രോഡക്റ്റ്. അങ്ങനെയാണ് അവർ ചെയ്തത്. അത് നല്ലൊരു ഫൺ പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ പിന്നെ എവറി വീക്കെൻഡിൽ ഒക്ലഹോമയ്ക്ക് ഫ്ലൈ ചെയ്ത് വരും. ഫ്രൈഡേയില് മിനിയാപ്ലസിൽ നിന്ന് ഫ്രൈഡേ ഈവനിങ്ങിൽ വരും.
സൺഡേ ഈവനിങ് തിരിച്ചു തിരിച്ചു പോകണം. 5 ഡേ അവരുടെ കൂടെ. ആ 5 days അവിടെ. ശരി. അവിടെ അവർ അതിനുള്ള എല്ലാം തന്നു. അവിടെ താമസിക്കാൻ നമ്പർ 1 ആണല്ലോ. ഫേസ് മേക്കർ നമ്പർ 1 ആണ്. ഫേസ് മേക്കറിലാണ് അവർ തുടങ്ങിയത്. നല്ല 4 പേസ് മേക്കർ കമ്പനികളെ ഉള്ളു അമേരിക്കയില്. വേൾഡ് വൈഡ്. വെരി നൈസ്. എന്നാൽ ഒരു ബംഗ്ലാദേശി അതിന്റെ CEO, അതാണ് ഏറ്റവും വലിയ സാറിന് അതിന് വലിയൊരു അഡ്വാൻറ്റേജ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ തന്നെ കളിയാക്കും. പുള്ളി ആർക്കും മനസ്സിലാകും. വെരി വെരി നൈസ്. ശരി, അതൊരു പുതിയ അറിവാണ്. കാരണം ഈ സാറെങ്ങനെ എയിലോട്ടും റോബോട്ടിക്കിലോട്ടും ജമ്പ് ചെയ്തത് അതിനുള്ള കാരണം അല്ല, റോബോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിളേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫീൽഡാണ്. അതെ, ഒരു കൺട്രോൾ ഇല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ മിക്ക കാര്യങ്ങളും ഇല്ല. ഇപ്പൊ തന്നെ ഒരു സ്വിച്ചാണ് നമ്മൾ പവർ ഓൺ ഓഫ് ചെയ്യുന്നത്. അതെ അല്ലേ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇല്ലെങ്കിൽ പിന്നെ ലൈറ്റ് എപ്പോഴും ഓണും അല്ലെ ഓഫായിട്ട് കിടക്കും എന്ന് പറഞ്ഞതുപോലെ. പിന്നെ അത് കുറച്ചുകൂടെ വന്നിട്ട് സ്മാർട്ടായിട്ട് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചെയ്യുക. നമ്മൾ നാട്ടിൽ പഠിച്ചത് പിന്നെ PID കൺട്രോൾസ്, പിന്നെ ഫീഡ്ബാക്ക് കൺട്രോൾ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ മോഡേൺ കൺട്രോൾ അതൊന്നും വെച്ചിട്ട് ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോ ഡ്രൈവിംഗ് കാർ ഓടിക്കാനോ ഒന്നും പറ്റത്തില്ല. അതൊക്കെ ആ ഒരു കാലത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ തിയറി തന്നെ കംപ്ലീറ്റ് ഡിഫറെന്റ്. ഫീഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം മുന്നോട്ട് എവിടെ ആയിരിക്കും വരുന്നതെന്ന്. ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ, സിമ്പിൾ തിങ്, ഒരു മിസൈൽ അയച്ചു ഒരിടത്തു. അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് വരുന്നതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരെണ്ണം വേറൊരെണ്ണം അയക്കുന്നു. പക്ഷേ ഇതെവിടെ വരും ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ പാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടുന്ന് പോയിട്ടാണ് അതിനെ ഹിറ്റ് ചെയ്യുന്നത്. അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഒരു പോയിന്റേ കിട്ടുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ആ ടെക്നോളജിയാണ് ഹൈയസ്റ്റ്. ഇപ്പം ഡ്രോൺ മെത്തേഡിലൊക്കെ ഇപ്പം അതാണ് അതിനിതാണ് പറയുന്നത് അഡാപ്റ്റീവ് കൺട്രോൾ സിസ്റ്റം ഫീഡ് ഫോർവേഡ്. അതാണ്. അത് നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നില്ല പഠിപ്പിക്കുന്നതല്ല. ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ പോകാറുണ്ട്. ഒരുപാട് സംസാരിക്കാറുണ്ട്, ചില ക്ലാസ്സുകൾ എടുക്കാറുമുണ്ട്. ഇപ്പൊ തന്നെ അവിടെ പലയിടത്തും റോബോട്ട്സ് ഉണ്ട്. പക്ഷെ അവര് ചെയ്യുന്നത് റോബോട്ട്സ് പ്രോഗ്രാം ചെയ്തൊരു ടാസ്ക് ചെയ്യുക ചെയ്യുന്നത്. അത് ലോവർ ടെക്നോളജിയാണ്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ റോബോട്ടിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയത് ആ ലെവലിൽ വരണം. അതാണ്. ഈ ഇപ്പൊ എയുടെ കാലമാണല്ലോ, എല്ലാരും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. സാർ എന്താ ഈ എയെ പറ്റി മനസ്സിലാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇന്റലിജൻസിൽ അതായത് വേൾഡിലെ ഏറ്റവും കൂടുതൽ ഇന്റലിജൻ്റായിട്ടുള്ള ക്രീച്ചർ അല്ലെങ്കിൽ ഹ്യൂമനാണ്. ആ ഹ്യൂമൻ്റെ ഇൻ്റലിജൻസിനെ ഒരു മെഷീനെ കൊണ്ട് മിമിക് ചെയ്യുക. അങ്ങനെ ചിന്തിക്കാം. അത് പല രീതിയിലുണ്ട്. ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ പേരെന്താണ്? ഒരു എക്സാമ്പിൾ. നിങ്ങളുടെ ചെവി കൂടെ അത് കേൾക്കുന്നു, ബ്രെയിനിൽ പോയിട്ട് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്ന ചോദ്യം നിങ്ങളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന പേരാണ്. അതിങ്ങനെ ഫ്ലാഷ് ചെയ്തു. അതെന്ത് ചെയ്യണം? അത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത്. അല്ലെ എഴുതെന്നും പറഞ്ഞൊരു പേപ്പർ തരികയാണെങ്കിൽ ഉടനെ അത് എഴുതണം. അപ്പൊ ആ പ്രോസസ്സാണ് ഇന്റലിജൻസ്. ഒരു ക്വസ്റ്റ്യൻ അന്നേരം ഞാൻ പ്രധാനമായിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ ചോദ്യം സെന്നീന്നാണെന്നുള്ളതിന് എന്താ തെളിവ്? ഞാൻ ചോദിക്കുക, ജെനുവിനിറ്റി എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു തെളിവില്ല. അത്രേ ഉള്ളൂ. അല്ല, അത് തന്നെ ശരിയാണെന്ന് എങ്ങനെ അറിയാം? ആകെ ഒരു ഇതേ ഉള്ളൂ, നിങ്ങളുടെ പേരൻസ് ഇട്ട പേരാണ്, അവരിട്ടു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതാണ് ദാറ്റ് ഈസ് എ റെഫറൻസ്. ആ പോയിന്റ് ആണ്. അതാണ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരാൾ ജനിക്കുന്ന സമയത്ത് ആ ആളിന് ഒന്നുമില്ല, സീറോയിലാണ്.
ആ ആളുടെ പേര് ആദ്യം എഴുതുന്നു, അവിടെ ഒരു ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അത് പഞ്ചായത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ അത് കൗണ്ടിയിൽ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അവിടെ റെക്കോർഡായി. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു സോഷ്യൽ സെക്യൂരിറ്റിക്ക് അപ്ലൈ ചെയ്തു, ഉടനെ അവിടെ ഒരു റെക്കോർഡായി. അങ്ങനെ റെക്കോർഡ്സ് ബിൽഡ് ചെയ്ത് അത് ആളിനെ കുറിച്ച്. പിന്നെ ആളിൻ്റെ ബ്രെയിനിൽ നമ്മൾ പഠിക്കാനൊക്കെ ജനിക്കുന്ന സമയം തൊട്ടേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഈ സെൻസേഴ്സ് എല്ലാം വർക്ക് ചെയ്യാം. ആ സെൻസേഴ്സിൽ കൂടെ എല്ലാം നമ്മുടെ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേ അത് സ്റ്റോർ ചെയ്ത് വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഫീൽഡുണ്ട്. ഇപ്പം തന്നെ ഒരു ചൈനീസ് ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇന്ത്യൻ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ആളിന് മനസ്സിലാകണമെങ്കിൽ ആ ലാംഗ്വേജ് മനസ്സിലാകണം. ആ ലാംഗ്വേജ് കൺവേർഷൻ ആദ്യം മനസ്സിലാകണം. അപ്പം അങ്ങനെ അതെല്ലാം ഇതിനകത്ത് ബിൽഡ് ചെയ്യുക. ഇപ്പം ഞങ്ങൾ തിസീസ് ചെയ്ത സമയത്ത് AI ഇല്ല. പക്ഷെങ്കിൽ AI പോലെ വർക്ക് ചെയ്യുന്ന വേറൊരു സാധനം ഉണ്ടായിരുന്നു, ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്കാണ് ഇതിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വന്നാൽ അതിനെ അനലൈസ് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക, അത് പിന്നെ ആവശ്യമനുസരിച്ച് തിരിച്ചെടുക്കുക, പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് AIയുടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ AI പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എററാകാം. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ ആൻസറാണ് AI അല്ല ആരായാലും തരിക. മനുഷ്യൻ തരുന്നതും ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ്. നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യം എങ്ങനെ ഫ്രേസ് ചെയ്യുന്നു, ആ ചോദ്യത്തിൻ്റെതനുസരിച്ച് ആൻസറിന് കുറേ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് അതിൻ്റെ. സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു നോളജ് അനുസരിച്ച് ഏടെ എത്രമാത്രം ഒരു ഇതുണ്ട് മനുഷ്യരിൽ അല്ലെങ്കിൽ അമേരിക്കൻസിൻ്റെ ഇടയിൽ ഏടെ യൂസ് ഒരു 10%, 5%, 15 to 35% അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഈസ് വെരി പവർഫുൾ, വെരി യൂസ്ഫുൾ, ബട്ട് ഇറ്റ് ഈസ് എ ടൂൾ. നമ്മളൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 4-5 ഡിജിറ്റുള്ള 2 നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, കുറേ ബുദ്ധിമുട്ടാണ്. നമ്മൾ പല സ്റ്റെപ്പ് എഴുതി അപ്ലൈ ചെയ്യും. അല്ലെന്ന് വരിയിൽ ലോഗരിതം ടേബിൾ വെച്ച് അങ്ങനെ ചെയ്യാം. കാൽക്കുലേറ്റർ വന്നപ്പോൾ എന്തായി, പ്രസ് ചെയ്ത് അതെല്ലാം പോയി. നമ്മളൊരു 4 ബട്ടൺ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആൻസർ അല്ലേ. അപ്പം അത് ഈസിയായി. പക്ഷേ ഈസി ആയെങ്കിലും ആ അടിക്കേണ്ട നമ്പേഴ്സ് നമുക്ക് എവിടുന്നാ കിട്ടുക? അവിടെയാണ് അത് തന്നെ. ആ ഫോർമുല കറക്റ്റ് ആയിരിക്കണം, ഇൻപുട്ട് കറക്റ്റ് ആയിരിക്കണം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഇൻപുട്ട് കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഷോർട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മാറ്റർ ശരിയാണെന്നുള്ളത്. പിന്നെ AIയുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയത്. ഇതിനെയും കുറച്ചുകൂടെ ആക്യുറസിയും കുറച്ചുകൂടെ അഡ്വാൻസും ആകും. ആ സമയത്താണ് നമ്മളുടെ ജോലിയൊക്കെ ഒരുപാട് വീണ്ടും കുറയുന്നത്. പക്ഷെങ്കിൽ കുറയുമെങ്കിലും വേറെ ഓൾട്ടർനേറ്റ് ജോബ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്തുവാന്ന് കണ്ടുപിടിച്ച് അവിടെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോഴേ എപ്പോഴും അവർ പറയുന്നത് ഞാൻ ChatGPTയിൽ അത് ചെയ്തു അങ്ങനെ മനസ്സിലായില്ല. അവരിൽ പലരിലും എപ്പോഴും ആ വാക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു 1 മന്തിൻ്റെ അകത്ത് ഒരു 1 ടൈം ആയിരിക്കും ചിലപ്പോൾ ഒരു ChatGPT എന്തെങ്കിലും ചോദിക്കുന്നത്. പക്ഷെ അവർ റെഗുലർ യൂസിലായി കഴിഞ്ഞു. ഇപ്പം ChatGPT ആണ് ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ. പക്ഷെ അതുപോലുള്ള ജെമിനായി അങ്ങനെയൊക്കെയുള്ള വേറെ പലതുണ്ട്. പലതുണ്ട്. പിന്നെ എല്ലാത്തിലും ഒരു ബിസിനസ് എലമെന്റ് ഉണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തിലും ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പം ഇപ്പം തന്നെ ഒരു ടീച്ചർ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നു. ബേസിക്കലി എന്തിനാണ് പഠിപ്പിക്കുന്നത്? സാലറി കിട്ടണം. ഇൻട്രസ്റ്റ് ഉണ്ട്, അത് വേറൊരു സൈഡ്. പക്ഷെങ്കിൽ സാലറി കിട്ടണം, അവരുടെ ഫാമിലി പോകണം, അതിനൊക്കെ. പക്ഷേ അതുകൊണ്ട് അവർ സെല്ല് ചെയ്യുന്ന അവരുടെ സർവീസ് സെല്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബിസിനസ് എലമെന്റ് എല്ലാത്തിലും ഉണ്ട്. ഇപ്പം
ഈ AIയുടെ ഇപ്പം വിൽക്കുന്നതും മാർക്കറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പം കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് മാറി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ മൈക്രോസോഫ്റ്റ് നിങ്ങൾ വേർഡിനെക്കാട്ടിലൊക്കെ മുമ്പ് വേർഡ് പെർഫെക്റ്റ് അതുപോലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. പക്ഷേ മൈക്രോസോഫ്റ്റ് ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അതതിനകത്ത് ഒരു കാര്യം. സാറ് ഈയിടെ ഏതോ ഒരു ക്ലാസ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ക്ലാസിന്റെ ഉദ്ദേശം? എന്ത് എഡ്യൂക്കേറ്റ് ചെയ്യാണ്? ഞാൻ എടുത്തത് അതായത് ഈ ഒക്ലഹോമ മലയാളി അസോസിയേഷന് വേണ്ടി ഹൈസ്കൂൾ സ്റ്റുഡൻസിന് AI എന്താണെന്നും എങ്ങനെയാണ് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ കൂടുതൽ തിയറിയിലോട്ടൊന്നും പോയില്ല. കാരണം എന്തുവാണെന്നുള്ളത് AI എന്നുള്ളത് എല്ലാരും പറയുന്നത് AI വന്നു ഭയങ്കരമാണെന്നുള്ളത്. എവിടെ യൂസ് ചെയ്യണം, എന്തിനാണ്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അത് തന്നെ AIയുടെ ഒരു ജനറൽ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ AI എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിന്റെ പുറകിൽ എന്താണ് ഇതിനകത്തെ കാര്യം, അത് എങ്ങനെയാ അവരിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി, എന്താണ് ഒരു പ്രധാന ചോദ്യം വന്നത്? അത് സ്റ്റുഡൻസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാര്യം എല്ലാവരും AIയും ChatGPT നമ്മൾ ഇതിനകത്ത് ഇടുന്നത് മാത്രമേ കാണുന്നു, ബാക്കിയൊന്നും കാണുന്നില്ല. അതിപ്പോ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ തന്നെ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റ് ഓഫ് ചെയ്തേച്ച് ChatGPT ഒന്ന് അടിച്ചു നോക്കിക്കേ, ഒന്നും കിട്ടത്തില്ല, ഒന്നുമില്ല. കാരണം എവിടുന്ന് വരാനില്ല. എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ഈ ഇൻഫർമേഷൻ എല്ലാം വേൾഡ് വൈഡ് ഇങ്ങനെ കിടക്കുവാണ്. അതിനെയാണ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ഫോമിലാക്കി തിരിച്ചു ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒത്തിരി ഈസിനെസ് വന്നു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ AI മുമ്പ് തന്നെ ഇത് AI ഇപ്പം ഒരു ആപ്ലിക്കേഷനായിട്ട് ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. അതിന് മുമ്പേ തൊട്ടേ ഇതിന്റെ കാര്യങ്ങളിൽ ഇപ്പൊ തന്നെ ഞങ്ങളന്ന് ഞാൻ 90s കാര്യമാണ്. ശരി. അതാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ ഓരോ സെല്ലിനും പറയുന്നത് ന്യൂറോൺസ് എന്നാണ്. ബ്രെയിനിന്റെ ന്യൂറോൺസ് ആണ് എങ്ങനെ വർക്ക് ചെയ്യുമോ അതുപോലുള്ളതാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നതും റീകോൾ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യം. നമ്മളെങ്ങനെ ഇപ്പം നമ്മളൊരു പിക്ചർ കാണുമ്പോൾ ഈ പിക്ചർ എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ സെൻസാണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈയിടയിൽ ഇവിടെ ഒരു സ്യൂ കേസ് വന്നതേ, ഈ ChatGPT ചോദിച്ച എല്ലാ സിംറ്റംസും എല്ലാം ഇട്ട് മെഡിസിൻ എല്ലാം തന്നു, അത് വെച്ച് പേഷ്യൻ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞ് ആ ChatGPT സ്യൂ ചെയ്ത ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ സാർ എന്താ ഒരു ജനറലി പറയാൻ പറ്റും? അല്ല, അതിനകത്ത് എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. അതായത് ഈ സോഫ്റ്റ്വെയറിനകത്തൊക്കെ മിക്കവാറും ഒരു ഡിസ്ക്ലൈമർ കാണും. ജസ്റ്റ് ഞാൻ പിന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് ലോ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഡിസ്ക്ലൈമർ കാണും, നമ്മളത് വായിച്ചിട്ടൊന്നും കാണത്തില്ല. അപ്പം ഇപ്പം തന്നെ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ലൈസൻസ് ആണ്. നമുക്ക് ഓണർഷിപ്പ് ഇല്ല അതിന്. അതതിനകത്ത് ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യം. ശരി. അതായത് നമ്മളിപ്പോ ഓട്ടോകാഡിന്റെ സോഫ്റ്റ്വെയർ മേടിച്ചാല് അത് ലൈസൻസേ ഉള്ളൂ. നമുക്കത് ഉപയോഗിക്കാനുള്ള അതോറിറ്റി ഉണ്ട്, അത്ര. പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊക്കെ അതിനകത്ത് ഒരു ചെറിയ എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്തു. ഇതിനകത്ത് കാണും, ഇതിനകത്തൊരു ഡിസ്ക്ലൈമർ കാണും. അത് നമ്മൾ ലാസ്റ്റിൽ ഒരു ടിക്ക് യെസ് എന്ന് എഴുതിയിട്ട് കാണും. പക്ഷെ ഇതൊന്നും ആരും വായിച്ചു നോക്കത്തില്ല. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അത് കാണും. സന്തോഷം സാറേ, സമയക്കുറവുകൊണ്ടാണ്. സാറിന്റെ ഒരുപാട് അനുഭവങ്ങള്. ഒരു കാര്യം കൂടെ എനിക്ക് നാട്ടിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറയാം. എനിക്കത് പറയണം തോന്നിയത് കൊണ്ടാണ്. അതായത് നാട്ടില് ഇത് കേൾക്കുന്ന ആയിക്കോട്ടെ, അത് തന്നെ നമ്മുടെ നാട്ടിലാണെന്ന് വരിൽ പിന്നെ ഒരു ഫൈനൽ എക്സാമിനേഷൻ വരെ ഉഴപ്പി നടന്നു വെച്ച് ഭയങ്കരമായിട്ട് തലയും കുത്തി നടന്ന് പഠിച്ച് പാസ് മാർക്ക് മേടിക്കാൻ വാങ്ങിക്കും. അതെ, അതാണ് നമ്മുടെ അവിടുത്തെ സിസ്റ്റം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. ഫസ്റ്റ് ഡേയിൽ സാറ് വരുന്നുണ്ടെ ഒരു പേപ്പർ കൊണ്ടുതരും. ഈ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിലും എന്തൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 1 and 2 ആയിരിക്കും. സെക്കൻഡ് ക്ലാസ്സിൽ
3ഉം 4ഉം ആയിരിക്കും. 3rd ക്ലാസ്സിൽ ഈ 1 മുതൽ 4 വരെ ഉള്ളതിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ 1 മുതൽ 4 വരെ ടെസ്റ്റ് ഇടുന്നതിൻ്റെ മിക്കവാറും അതിൻ്റെ തലേന്ന ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന് മുമ്പെയോ ഒരു റിവ്യൂ തരും. ഇന്നതൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് വരാൻ ആ റിവ്യൂ നോക്കിയിട്ട് അതുപോലെ പഠിച്ചാൽ പിറ്റേന്ന് വരുന്ന എക്സാം അത് തന്നെയായിരിക്കും. ഈസി ആയിട്ട് പാസ് ചെയ്യും. അതായത് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഫോളോ ചെയ്യുക. പക്ഷേ 1-2 എക്സാം നമ്മൾ പോയെങ്കിൽ പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ ഒരു രക്ഷയില്ല. പിന്നെ ആ കോഴ്സ് വിഡ്രോ ചെയ്യും അല്ലാതെ. ശരി. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, നാട്ടിലാണെങ്കിൽ പഠിത്തം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ കാണാതെ പഠിക്കുക. അതെ, ഫോർമുലാസ് പഠിച്ചുള്ള തല പുകയുക. ഞാൻ ഓർക്കുന്നുണ്ട്, പഠിത്തത്തിന്റെ മിക്ക സമയം നമ്മൾ ഫോർമുല കാണാൻ, അതെങ്ങനെ ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാൻ കണ്ടിടത്തോളം പല സാറന്മാരും നിങ്ങൾക്കൊരു പേജ് ഫോർമുല എഴുതിക്കൊണ്ട് വരാമെന്ന് പറയും. നമ്മൾ നാട്ടിൽ കോപ്പി അടിക്കുന്നത് അത് തന്നെയില്ല. ഒരു പേജ് ഞാൻ അടുത്ത സാറന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു പേജ് നിങ്ങൾക്ക് ഫോർമുല ഷീറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ തരും. അല്ലെ സാറന്മാർ തന്നെ പരീക്ഷയുടെ കൂടെ തന്നെ ഒരു ഷീറ്റ് കാണും, ഇത് ഫോർമുല ഷീറ്റാ, ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അതെ. അപ്പൊ അതൊരു വലിയ ഒരു, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പഠിപ്പിക്കുന്നത് മൊത്തം ഈ ഫോർമുല കാണാതെ പഠിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ വാസ്തവം തിരിച്ചു നോക്കിയാൽ ഫോർമുല കാണാൻ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് റെഫറൻസ് ബുക്കിനകത്തുള്ളതില്ല, അത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഒരു വലിയ ഒരു ചിലപ്പോ ആ ഫോർമുല അറിയാൻ മേലാത്തോണ്ട് മാത്രം ആ വലിയ ബാക്കിയെല്ലാം അറിയാവുന്ന 20 മാർക്കിന്റെ ഫോർമുലയുടെ ഒരു സൈൻ തെറ്റിയാ അത് തന്നെ എല്ലാം പോയി. പക്ഷെ ആളിന് ഒന്നും അറിയാത്തല്ലോ. അതൊരു വലിയ 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 ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, പിന്നെ ചിലത് ഓപ്പൺ ബുക്ക് എക്സാമാണ്. ശരി. അവർ പറയും ഓക്കെ നിങ്ങൾ ഇന്ന സബ്ജക്ട്സ് ആണ്, ഇന്നതാണ്, പക്ഷേ ഓപ്പൺ ബുക്ക് ആയിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു വെച്ച് വരണമെന്ന് പറയും. അതായത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് റിലവന്റ് ആണെന്നുള്ളതൊന്നും അറിയണം. അത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്തെ അവർ പഠിപ്പിച്ച തിയറിയും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത്. മനസ്സിലായി. പക്ഷേ ബുക്ക് ഓപ്പൺ ബുക്കാണ്, നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് 1 മണിക്കൂറായിരിക്കും ടെസ്റ്റ് ടൈം ഉള്ളത്. ആ ടൈമിനുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു ലുക്ക് കിട്ടിയാൽ മതി, നമ്മുടെ ആൻസർ വരുമല്ലോ. അതെ 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 അത് ആദ്യം പറഞ്ഞേ. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ ഒരു സിസ്റ്റം പലതും നല്ല കാര്യങ്ങൾ നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ വേറെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സാറന്മാരെ സ്റ്റുഡൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്നുള്ളത്. നമ്മുടെ ആരാ നിതിൻ രാജ് എന്നോ അങ്ങനെ പറഞ്ഞിട്ടൊരു സ്റ്റുഡന്റ് സൂയിസൈഡ് ചെയ്തു. കാരണം അവിടെ പ്രൊഫസർ അല്ലെങ്കിൽ അവിടെ അവര് ഹരാസ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ്. ആ പ്രൊഫസറെ ഈ സ്റ്റുഡൻസ് ഇവാലുവേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും അല്ല, ഒരു ചെറിയ പെർസെന്റേജ് എങ്കിലും. പക്ഷെ നാട്ടിലെ ഒരു സർവീസ് കയറി കഴിഞ്ഞാൽ പിന്നെ റിട്ടയർ ചെയ്യുന്നതിനും വരെ അതാണല്ലോ. ഇവിടെ ഫൈനലി എക്സാമിനേഷൻ വരുമ്പോൾ സാറന്മാർ സാധാരണ വരുന്നത്, ഇപ്പൊ ഇവിടെ എല്ലാം ടീച്ചേഴ്സ് ടെസ്റ്റേ ഉള്ളൂ, അല്ലാതെ വേറെ എക്സാം ഇല്ല. അവർ വരുമ്പോൾ 2 പാക്കറ്റും കൊണ്ടാണ് വരുന്നത്. ഒരു പാക്കറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അവരവിടെ തന്നേച്ച് പറയും ഇത് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതെല്ലാവർക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. രണ്ടാമത്തേത് ഈ ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോമാണ്. ആദ്യം ഈ സ്റ്റുഡൻസിനെല്ലാം കൊടുത്തേച്ച്, ഇത് യൂണിവേഴ്സിറ്റിയിലെ കാര്യം ഞാൻ പറയാം, മനസ്സിലായി. ഇത് ടീച്ചേഴ്സിനെല്ലാം കൊടുത്തേച്ച് ഈ ടീച്ചർ അവിടെ പിന്നെ നിൽക്കത്തില്ലേ, അവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇവാലുവേഷൻ വരുമല്ലോ. ഇവാലുവേഷൻ്റെ അല്ല, ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ആരും കണ്ടെഴുതാനോ ചോദിച്ചെഴുതാനോ ഒന്നും പോകത്തില്ല. ശരി. ഇവിടുത്തെ ഒരു വലിയൊരു കാര്യം അത് ശരി. അവർക്ക് ഇവിടെ ടീച്ചേഴ്സ് സാധാരണ എക്സാമിനേഷൻ ഹോളിൽ അങ്ങനെ നോക്കി നിൽക്കാറില്ല. ശരി. പേപ്പർ കൊടുത്തിട്ട് അവരങ്ങ് പോകും. ചീറ്റ് ചെയ്യില്ല. ഇല്ല അങ്ങനത്തെ പരിപാടി. ചീറ്റ് ഒന്ന് ഫോർമുല അറിയാത്തതിന് വേണ്ടിയാണ് റെഫറൻസ് നോക്കുന്നത്. പിന്നെ അതുപോലെ ഓപ്പൺ ബുക്ക് ആണെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സാറന്മാര് പൊതുവെ ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തേച്ച് അവർ അങ്ങ് പോകും. എന്നിട്ട് പറയും ആരെങ്കിലും ഒരാൾ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് എൻ്റെ ഓഫീസിൽ കൊണ്ട് തന്നേരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ
ഈ വേറെ രണ്ടാമത്തെ പാക്കറ്റിനകത്തുള്ളത് ഈ ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അതെ, അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ കൊടുക്കും. ഇത് ഇവരറിയത്തതേ ഇല്ല. അതാണ്. അപ്പൊ അത് ഇവരറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിന്റെ എല്ലാം ഇവാലുവേഷൻ അവർ ടാബ്ലേറ്റ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് അവർക്ക് കൊടുക്കും. മനസ്സിലായി. ഇതാണ് നിങ്ങളെ കുറിച്ച് ഈ സ്റ്റുഡൻസ് എല്ലാം പറയുന്നത്. മനസ്സിലായി. അത് നമ്മുടെ ജോലി സ്ഥലത്തും ഈ ഗ്ലിൻഡ് സർവേ എന്നൊക്കെ പറഞ്ഞു വരുന്നതിന്റെ അതെ എല്ലാം നിങ്ങളുടെ ലൈൻ മാനേജർ എങ്ങനെയുണ്ട്, സൂപ്പർവൈസർ അടുത്ത വർഷം ഇവിടെ ഉണ്ടോ, അതാണ്. അതെല്ലാം അത് ഈ തിരിച്ചൂടില്ലാത്തതാണ് നമ്മുടെ. അതെ അതെ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ ഈ നീറ്റ് പോലുള്ള പരീക്ഷയ്ക്കകത്ത് ഏറ്റവും ടോപ്പ് മേടിച്ച ആളുടെ മാർക്കാണ് അതിന്റെ മാക്സിമം മാർക്ക്. അതായത് 100 ക്വസ്റ്റ്യൻ പേപ്പറില് 100 ബേസ്ഡ് അല്ല എല്ലാ ആൻസേഴ്സും നോക്കുന്നത്. ഏറ്റവും ടോപ്പ് മേടിച്ച ആൾക്ക് 90 കിട്ടിയുള്ളെങ്കിൽ ആ 90 മാക്സിമം മാർക്ക്. ആ റെഫറൻസിൽ ബിലോ താഴോട്ട് വരും. അതെ, അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ നോർമലൈസിങ് എന്ന് കൊണ്ടുവരും. ഓ ശരി. അതായത് അതെ, അതിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ തെറ്റി ഞാൻ വിചാരിക്കാം. എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ തെറ്റി എന്ന് പറയുമ്പം പിന്നെ കാര്യമില്ലല്ലോ. ക്വസ്റ്റ്യനെ തന്നെ അതങ്ങ് മാറ്റും എന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ട് ഈ പാസ് മാർക്ക് മിനിമം വേണ്ടിയെടുത്തത് ചിലപ്പം പലരും അത് ജമ്പ് ചെയ്ത് കളയുക. അതാ പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ടോപ്പർക്ക് 1 മാർക്ക് പോകുന്നതിലല്ല പ്രശ്നം. പക്ഷെ ഏറ്റവും മിനിമം മാർക്ക് കിടക്കുന്ന ഒരാൾക്ക് അത് വലിയ അഡ്വാൻറ്റേജ് മുകളിലോട്ട് പോയി. അതാ നോർമലൈസിങ് ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് അതാ പറഞ്ഞു. അതാ ഈ സ്റ്റാറ്റിസ്റ്റിക്കലി അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ നാട്ടില് 100 ഇപ്പൊ ഹിന്ദിക്കൊക്കെ ചില പിള്ളേരൊക്കെ അവർക്ക് 17-15 ഒക്കെ കാണത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ എത്ര പഠിച്ചാലും ഹിന്ദി തലേ കയറിയല്ലേ. ശരിയാ. ഏറ്റവും ടോപ്പർക്ക് 35 കിട്ടിയുള്ളെങ്കിൽ ആ 35-ൽ ഇത് 17 അതാ ഒരു കമ്പാരിസൺ. ടോപ്പർക്ക് പോലും 35 കിട്ടിയുള്ളൂ. പിന്നെ 50 മാർക്കിന്റെ കാര്യം എന്താ. എനിവേ, താങ്ക് യു. അതുപോലെ വേറൊരു കാര്യം കൂടി ഇവിടെ ഉള്ളത്, ഈ എവറി ഇയർ അപ്പൊ അതായത് നേഷൻ വൈഡ് ഒരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നത് 8th ഗ്രേഡിലും 11th ഗ്രേഡിലും അങ്ങാണ്ടാണ്. അതായത് ഹോൾ കൺട്രിയിലുള്ള ഓരോ സ്കൂളും ഏത് ലെവലിൽ നിൽക്കുന്നു അതൊരു അവരത് ലോവർ റേഞ്ചിലുള്ള ഇതിന്റെ എന്നിട്ട് അതൊരു വലിയൊരു റിപ്പോർട്ടാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ പിള്ളേർ ഈ നാഷണൽ ലെവലിൽ ഏത് ലെവലിലാണ്, ഈ സ്കൂൾ ഏത് ലെവലിലാണ്, ആ കമ്മ്യൂണിറ്റി ഏത് ലെവൽ, എല്ലാം ചൈനീസ് ആണോ ഇന്ത്യൻസ് ആണോ എല്ലാം വരും. അതൊരു നമ്മുടെ നാട്ടിൽ അതിന് ആവശ്യമില്ല എങ്കിൽ പോലും ഇപ്പം പിന്നെ മറുനാട് ആൾക്കാർ വരുന്നോണ്ടേ അത് നല്ലൊരു കാര്യമാണ്. അതെ. അല്ലെങ്കിലും ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റംസ് എല്ലാം വളരെ നല്ലതാണ്. യാതൊരു സംശയവും ബയാസിങ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഇപ്പൊ തന്നെ നമ്മളൊക്കെ തന്നെ ജോലി ചെയ്തു. ഇപ്പൊ തന്നെ ഞാനിപ്പം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടിരിക്കുന്നോണ്ടേ ഇന്ത്യക്കാരനാന്നും പറഞ്ഞ് അല്ലെ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. അതിന് യാതൊരു സംശയവും അതുണ്ട്. അത് വരും. കാരണം അവര് കിട്ടാത്ത ഈയിടെ ഞാനൊരു നഴ്സിനെ ഇന്റർവ്യൂ ചെയ്തപ്പോ അവര് ഡയറക്ടറായിരുന്നേ. അവരോട് CNA ഇവിടുത്തെ ബ്ലാക്സ് ഒക്കെ വന്ന് പറയും യു സ്റ്റോൾ അവർ ജോബ് അല്ലെ നീ എന്റെ. അപ്പൊ അവര് പറഞ്ഞു ഇറ്റ് വാസ് അവൈലബിൾ ടു യു ബട്ട് യു ആർ നോട്ട് ക്വാളിഫൈഡ് യുനോ. അത് അല്ലാതെ നീ കാണാതിരുന്നിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഇറ്റ് വാസ് അവൈലബിൾ ദയർ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൊളീഗ്സ് എല്ലാം വൈറ്റ്സ് ഓർ ബ്ലാക്ക് അല്ലെങ്കിൽ മറ്റുള്ള റേസ് ഉള്ളവരായിരുന്നു. പക്ഷെങ്കിൽ അവർ നോക്കുന്നത്, അതായത് മാനേജ്മെന്റ് ചെയ്യുന്നത് പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ലെവലിൽ അവരെല്ലാവരെയും ഗ്രേഡ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും വാല്യൂസ് അവരെ മനസ്സിലാക്കി വെക്കും. എന്തെങ്കിലും ഒരു കാരണവശാൽ ആളിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവരാരെയായിരിക്കും കുറയ്ക്കുക? ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ആളിനെ കുറയ്ക്കാൻ പറ്റില്ല. അതാണ് അതിനകത്തെ കാര്യം. ആ ആളിനെ വാല്യുബിൾ ആയിട്ട് മാറുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും റൈറ്റ്. അത് ഈ ഞങ്ങൾ SB കോളേജിന്റെ ഒരു പ്രോഗ്രാമില് MSc-കാരൻ ഒരാൾ അമേരിക്ക വന്ന് പല ജോബുകൾ ചെയ്തിട്ട് പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഐ വാസ് നെവർ ലേഡ് ഓഫ് ബട്ട് ഇറ്റ് വാസ് ഗോയിങ് ഓൺ വെരി ഫ്രീക്വന്റ്ലി. ഐ വാസ് നെവർ ലേഡ് ഓഫ്. അതിന്റെ അർത്ഥം ആ പഠിച്ചതിന്റെ ആ വാല്യൂ, അദ്ദേഹത്തിന്റെ നോളജ്. എനിവേ,
വളരെ സന്തോഷം സാറേ. വളരെ സന്തോഷം. അതെ താങ്ക് യു ഫോർ ദിസ് ഇന്റർവ്യൂ. നമ്മളിത് യാദൃച്ഛ്യമായിട്ടാണ് കണ്ടുമുട്ടിയതെങ്കിലും അമേരിക്കയിൽ സക്സസ്ഫുൾ ആയ ആൾക്കാരെ എന്റെ പ്രോഗ്രാമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാറിനെ കിട്ടി, സാറിന് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്, റെക്കഗ്നീഷൻ ഉണ്ട്, മനോരമയിലൊക്കെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ പല പീരിയോഡിക്കൽസിലും വന്നിട്ടുണ്ട്. നേരിൽ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഒക്ലഹാമയിൽ നിന്ന് ഹ്യൂസ്റ്റൺ വരെ വന്ന് എനിക്കൊരു ഇന്റർവ്യൂ തന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സാറിന്റെ വൈഫിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി, ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. താങ്ക് യു സോ മച്ച് സർ. നൈസ്.